ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്നത് റെഡ് വെറൈറ്റീസ്. എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ്, ഇതിൽ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുതിയത് ലോഡ് ഇറക്കിയതൊന്നുമല്ല, പണ്ടത്തെ പ്ലാന്റ്സിൽ, അതായത് കഴിഞ്ഞ നവംബറിലൊക്കെ നമ്മൾ എടുത്ത പ്ലാന്റ്സിൽ നമ്മൾ കുറേ പ്ലാന്റ്സ് നമുക്ക് ഇറക്കുന്ന സമയത്ത് ഡാമേജൊക്കെ വരും ചിലപ്പോൾ. നമുക്കിത് ലോഡ് പുറത്തുനിന്ന് വരുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുന്ന പ്ലാന്റ്സ് റൂട്ട് കുറവുകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മളിതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ കുറേ വെറൈറ്റികളുണ്ട്. അതായത് റെഡ് ഏഞ്ചൽ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ബ്യൂട്ടി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വാലന്റൈൻ ഉണ്ട്, പിന്നെ അജുമാനി പിങ്ക് ഉണ്ട്, പിന്നെ ഓറഞ്ച് ലിപ്സ്റ്റിക്ക്, പിന്നെ ഇതിൽ സ്പാർക്ക്ലിങ് വരുന്നുണ്ട്, റൈസ് നാരോ, ബ്ലാക്ക് മെറൂൺ, പിന്നെ ഇതുപോലെ റോസ് ഗ്രീൻ, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ട്രയലുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല. ഈ ട്രയൽ ഏകദേശം 28 എണ്ണം അത്ര എണ്ണ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനങ്ങനെ ഈ ഒരു 28 എണ്ണത്തിൽ തന്നെ പല വെറൈറ്റികളായിട്ടാണ് വരുന്നത്. വേറെ എക്സ്ട്രാ ക്വാണ്ടിറ്റി ഇല്ല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലുള്ള തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് എല്ലാത്തിനും നമ്മൾ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ വെറൈറ്റിയും 150 ആണ് റേറ്റ് വരുന്നത്. ഒന്നിനും റേറ്റിൽ ചേഞ്ച് ഇല്ല, കൂടുതലും ഇല്ല കുറവുമില്ല. കാരണം ഇതിൽ പല വെറൈറ്റികളുണ്ട്, ചിലതിന് റേറ്റ് കൂടുതലുള്ളത് അങ്ങനെയുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല. കാരണം നമുക്കിത് അവസാനത്തെ ആയതുകൊണ്ട് ഒറ്റ റേറ്റിന്, അതായത് 150 എന്നുള്ള റേറ്റിനാണ് നമ്മളിത് എല്ലാതും കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഏകദേശം ഇത്ര വെറൈറ്റികളുണ്ടെന്ന്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയ്ക്ക് മുൻപായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകളിലേക്കായിട്ട് കിടക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് 1-2 കേട്ടോ ഓരോ വെറൈറ്റിയും കാണുള്ളൂ, അധികമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കോമൺ റേറ്റ് പറഞ്ഞ് നമ്മൾ ഇട്ടിരിക്കുന്നത് എല്ലാ വെറൈറ്റിക്കും കേട്ടോ. ഇത് കേട്ടോ എല്ലാതും 150 ആണ് റേറ്റ് വരുന്നത്. ഇത് വന്നിട്ട് റെഡ് ഏഞ്ചലാണ്. ഇത് വന്നിട്ട് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത്. ഇതതുപോലെ ഏഞ്ചലാണ് കേട്ടോ. ഇത് എന്താ പറയുക, അഞ്ചുമാനിയുടെ ആണ്. ഇത് വന്നിട്ട് ഗ്രീൻ ലിസിയാണ് കേട്ടോ. ഗ്രീൻ ലിസയുടെ ഒരെണ്ണം ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. റൂട്ട് ആയതിന്നാണ് ഞാൻ വെക്കുന്നത്. ഇത് വന്നിട്ട് ബ്ലാക്ക് മെറൂൺ ആണ്. ഇത് റെഡ് ഏഞ്ചൽ. പിന്നെ ഇതിനകത്തത് ഈ ഒരു വെറൈറ്റി വന്നിട്ട് ഡയമണ്ടിൻ്റെ ആണ് കേട്ടോ. ഡയമണ്ട് പിങ്ക് കണ്ടോ, ഡയമണ്ട് പിങ്ക് വരുന്നുണ്ട്. ഇത് വന്നിട്ട് റൈസ് നാരോ. ഇത് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് റോസ് ഗ്രീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ലീഫ് നീളം കൂടിയിട്ടാണ് കേട്ടോ, കംപ്ലൈൻ്റ് അല്ല. ഇത് വന്നിട്ട് സ്പാർക്ക്ലിംഗ് ആണ്. ഇത് വന്നിട്ട് മറ്റേ ബാത്തിക്കാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കും റൂട്ട് പിടിക്കാനുള്ളതൊക്കെ പാവണേ എന്നാണ് നോക്കി എടുക്കണത് നമ്മൾ. ഇത് വന്നിട്ട് നമ്മുടെ ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. 2 എണ്ണമാണ് ഉള്ളത്. ഇത് വന്നിട്ട് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ്. ഇതിൽ മിക്സ്ഡാണ്, ഞാൻ പറഞ്ഞല്ലോ, മിക്സായിട്ടാണ് നമുക്ക് എല്ലാതും ഉള്ളത്. ഇത് നമ്മുടെ റെഡ് ഏഞ്ചൽ. പിന്നെ നമുക്കിതിനകത്ത് വരുന്നത് ബ്യൂട്ടി കാണിച്ചെന്നില്ലേ, വാലന്റൈൻ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് ഡയമണ്ട് പിങ്ക്. ഒക്കെ ഒന്നും തീരെ ചെറുതായിട്ടില്ല, ഒരു കോമൺ സൈസിലാണ് നമുക്ക് പ്ലാന്റ്സുകൾ ഇതിനകത്ത് ഉള്ളത് കേട്ടോ. ഇത്തിരി ചെറുതെന്ന് പറയാനായിട്ട് ബ്ലാക്ക് മെറൂൺ മാത്രമാണ് ഉള്ളത്, അല്ലാത്തൊക്കെ ഒരു കോമൺ സൈസിൽ. അതാണ് ഞാൻ റെഡ് വെറൈറ്റി എന്ന് പറഞ്ഞത്. കാരണം ഇതിലിപ്പോൾ ഒന്നും നമുക്കങ്ങനെ അധികം ക്വാണ്ടിറ്റി എന്ന് പറയാനില്ല. ഇപ്പോൾ റെഡ് ഏഞ്ചൽ, അതുപോലെ തന്നെ ഡയമണ്ട്, പിന്നെ വാലന്റൈൻ ഉണ്ട്, ഇതിനകത്ത് ബ്യൂട്ടി ഉണ്ട്, പിന്നെ എന്താ പറയുക, നമ്മുടെ അഞ്ചുമാനി പിങ്ക്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിനും കോമൺ റേറ്റ് 150. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോ വെറൈറ്റികൾ എടുത്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഇതിൻ്റെ ഒന്നും അവൈലബിൾ അല്ല. ഇതിൽ ഏത് വെറൈറ്റി ആണെങ്കിലും റേറ്റ് കൂടില്ല, റേറ്റ് കുറയില്ല കേട്ടോ. ഒരു ഫിക്സഡ് റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ പ്ലാൻസുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പറയാനുള്ളൊരു കാര്യം, നമുക്കിതിൻ്റെ കൊറിയർ വന്നിട്ട് ഞാൻ വ്യാഴാഴ്ചയാണ് ഇനി കൊറിയർ, അതായത് നാളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊറിയർ. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിനി വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അയക്കുള്ളൂ, അല്ലെങ്കിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ എല്ലാവരും കൊറിയർ അയച്ചിട്ടുണ്ട്. അയക്കണേൽ മുപ്പാട് ഞാൻ എല്ലാവർക്കും വീഡിയോ ഇട്ട് തരും കേട്ടോ. വീഡിയോ ഇട്ട് തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ പ്ലാന്റ് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ പറിച്ച റൂട്ടോട് കൂടി നമ്മൾ കാണിക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ് ആയിരിക്കും. ഫോട്ടോയോട് കൂടിയല്ല, റൂട്ട് ഓരോന്ന് കാണിച്ചിട്ടാവും നമ്മൾ സെൻഡ് ചെയ്യണത്, വീഡിയോ ഇടുന്നത്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞ ഡേറ്റിൽ എന്തായാലും അയക്കും. അത് വിട്ട് ഞാൻ മാക്സിമം ഞാൻ പോകാറില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അയക്കാറുണ്ട് എല്ലാവർക്കും പ്ലാൻസ്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നാളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി വിഷു അതിൻ്റെ മുടക്കം ഒക്കെയല്ലേ വരുന്നത്, വെള്ളി ശനി ഞായർ അങ്ങനെയൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ തരാം. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം അയച്ചിരുന്ന പ്ലാന്റ് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ CC വന്നിട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഒരു പ്ലാന്റൊക്കെയാണ് നമ്മൾ പോട്ടോട് കൂടി അയക്കും കേട്ടോ. 2 പ്ലാന്റ് ഞാൻ ഇപ്പോൾ അഗ്ലോണിമ കലാത്തിയൊക്കെയാണ് 2 പ്ലാന്റ് 3 പ്ലാന്റൊക്കെ ഞാൻ അയക്കാറുണ്ട്. അഗ്ലോണിമ ഞാൻ അധികം അങ്ങനെ റിസ്ക് എടുത്ത് അയക്കാറില്ല പോട്ടോട് കൂടിയിട്ട്. കാരണം നമ്മൾ 60 രൂപയാണ് നമ്മൾ പാക്കിംഗ് ചാർജ് വാങ്ങുന്നത്. ഒത്തിരി ഉണ്ടെങ്കിലാണ് കൂടുതൽ വാങ്ങുന്നത്. നമുക്ക് ഭയങ്കര റിസ്ക്കാണ് പാക്കിങ്, ഒത്തിരി പോട്ട് ആകുമ്പോൾ. അഗ്ലോണിമയും കലാത്തിയെ പിന്നെ നമുക്ക് സേഫായിട്ട് അയക്കാൻ പറ്റും. അഗ്ലോണിമ എനിക്ക് അത്രയ്ക്ക് ഇതില്ല, പോട്ടോട് കൂടി അയക്കാൻ പറ്റും. പക്ഷേ അത് അത്രയും വോളിയുള്ള പെട്ടിയൊക്കെയാണെങ്കിൽ സേഫായിട്ട് അയക്കാം. പക്ഷേ അതിന് മാത്രം കൊറിയർ ചാർജ് തന്ന് ആരും പ്ലാന്റ് മേടിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നോക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി.